മോദിയുടെ വിദേശ പര്യടനം എത്ര രാജ്യങ്ങളിലായിരുന്നു? UAE തൊട്ട് ഇറ്റലി വരെ, ഇറ്റലി വരെ, നോർവേ, സ്വീഡൻ, നെതർലാൻഡ്സ്. നെതർലാൻഡ്സ് എല്ലായിടത്തും ആ രാജ്യങ്ങളിലൊക്കെ അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും രാജ്യങ്ങളിൽ പോയതിനിടയ്ക്ക് കുറേ നാടകീയ സംഭവവികാസങ്ങളുണ്ടായി അല്ലേ? അതെ. ഒന്ന് നമ്മുടെ ഇറ്റലിയിലാണോ നോർവേയിൽ വെച്ചാണ് മറ്റേ മാധ്യമപ്രവർത്തകയാണോ അല്ലയോ എന്നുള്ളത് ഇന്നും നിശ്ചയമില്ല. വെറുതെ ഇന്ത്യയെ ചൊറിയാൻ വേണ്ടി വന്നത്. നല്ല മറുപടിയും കൊടുത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടി. പിന്നെ നമ്മുടെ ഇറ്റലി ചെന്നിട്ടാണ് മെലോണി. അവര് എപ്പോഴും വളരെ ഒരു ഇന്ത്യയോട് വളരെ സ്നേഹമാണ്. നരേന്ദ്രമോദിയോടൊക്കെ തന്നെ അവർക്ക് വളരെ ആദരവുള്ള ഒരാളാണ്. അത് സെൽഫിയൊക്കെ എടുക്കും. ഭയങ്കര രസമാണ്. അതിനകത്ത് ആ മെലോണിയുമായിട്ടുള്ള സന്ദർശനത്തെ തുടർന്ന് നമ്മുടെ മെലഡി ചോക്ലേറ്റ് 50 രൂപയുടെ മെലഡി ചോക്ലേറ്റ് കൊണ്ടുപോയി എത്ര 5000 കോടിയുടെ പദ്ധതിയുമായിട്ട് തിരിച്ചു വന്നു ഒക്കെ ഭയങ്കര ഇത് വരുന്നുണ്ട് മോദിയെ കുറിച്ച്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അദ്ദേഹം വളരെ അനൗപചാരികമായി ഇടപെടുന്ന ഒരാളാണ്. ഈ മറ്റുള്ള ഈ രാഷ്ട്രതലവന്മാർ സ്ലോ മോഷനിൽ നടന്നു വരിക, സ്ലോ മോഷനിൽ ഇങ്ങനെ കൈയടിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇദ്ദേഹം നേരെ തിരിച്ചാണ്. ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നുമില്ല. ഇദ്ദേഹം ഓടി വന്ന് അവരെ ഇങ്ങനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് തമാശ തോളി തട്ടയൊക്കെ ചെയ്ത് അങ്ങനെ ഒരു വളരെ ഇൻഫോർമലായി പെരുമാറും. അപ്പോൾ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും അവർ അറിയപ്പെടാത്ത കൊച്ചു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആണെങ്കിലും അദ്ദേഹം എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോദിയുടെ ഈ വിദേശ പര്യടനം നടന്ന് കഴിഞ്ഞു വരുമ്പോൾ വലിയ പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ഈ 3.5 ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. അത് നിക്ഷേപം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നിക്ഷേപമൊന്നുമല്ല വരുന്നത്. പക്ഷേ നമ്മൾ അപ്പോഴും ചിന്തിക്കണം, രാഹുൽ ഗാന്ധി രാഗ ഉടനെ അതിനെ വിമർശിക്കാൻ പോയി. ഇദ്ദേഹത്തിന് ആരാണ് ഉപദേഷ്ടാക്കളെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഈ രാഹുൽ ഗാന്ധിക്ക് ഇതെല്ലാം ഉപദേശം കൊടുക്കുന്നത് ആരാണോ അതോ അവരെഴുതി കൊടുക്കുന്നതാണോ ഇദ്ദേഹം വായിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നമ്മൾ ഈ കണക്കുകൾ പരിശോധിച്ചാലേ ഈ മോദി നെതർലൻഡ്സിൽ പോയപ്പോൾ ഉള്ള ഒരു കാര്യം, ഇന്ത്യയും നെതർലൻഡ്സും തമ്മിൽ 17 കരാറിലാണ് ഒപ്പുവെച്ചത്. അതായത് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് സെമി കണ്ടക്ടർ, പ്രതിരോധം, പുനരുപയോഗ ഊർജം, കൃഷി, ജലസേചനം, ഇത്രയും മേഖലകളിലാണ് സഹകരണം വരാൻ പോകുന്നത്. ഇതെല്ലാം തദ്ദേശീയമായിട്ട് ഈ സെമി കണ്ടക്ടറെ ഒക്കെ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുക്കുക. നെതർലൻഡ്സിൽ വേറൊരാളും പോയിട്ടുണ്ട്, അതറിയാമോ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ പഴയ ഗതാഗത മന്ത്രി ഫ്ലഡ് പഠിക്കാൻ റിവർ ടു ഹോം ടു റിവർ അവസാനം വീട്ടുകളിൽ മൊത്തം വെള്ളം കയറി. എനിക്ക് തോന്നുന്നു പേരക്കുട്ടി രാവിലെ നെറ്റ് എടുത്ത് നോക്കിയപ്പോൾ നെതർലൻഡ്സ് കൊള്ളാം, നല്ല സ്ഥലമാണെന്ന് തോന്നിക്കാണും. അങ്ങനെ പോയതായിരിക്കും. ഏതാണ്ട് ഏകദേശം 85% ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ മെഷീനുകളും എല്ലാം ഈ നെതർലൻഡ്സിൽ. അതാണ് നമ്മൾ ഒരു കാലത്ത് നമ്മൾ സാങ്കേതികമായ നിസ്സാര കാര്യങ്ങൾക്ക് പോലും പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടിയിരുന്ന ഇന്ത്യ ഇന്ന് നമ്മളുണ്ടാക്കി അവർക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതല്ല. അതുപോലെ പിന്നെ ഉള്ളത് സ്വീഡനാണ്. സ്വീഡനിൽ അത് ടെലികോം, അതുപോലെ ക്ലീൻ ടെക്, മൊബിലിറ്റി, പ്രതിരോധ സംവിധാനങ്ങൾ, ഖനന സാങ്കേതിക വിദ്യ, ലൈഫ് സയൻസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സ്വീഡനുമായിട്ടും സഹകരിക്കാം. അല്ലെ, ലൈഫ് സയൻസ്, ഡിഫൻസ്, ഇത് രണ്ട് മേഖലയും പ്രത്യേകിച്ച് നമുക്കറിയാം. ഈ സ്വീഡനിൽ ലോകത്ത് ഏറ്റവും അധികം ആയുധങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളാണ്. അതെ, സ്വീഡന്റെ. അതുപോലെ നമ്മുടെ പണ്ട് പരുലിയയിൽ കൊണ്ട് ഇറക്കിയ ആയുധം സ്വീഡിഷ് നിർമ്മിതമായിരുന്നു. അപ്പോൾ നമ്മൾ പോയ രാജ്യങ്ങളിലൊക്കെ തന്നെ മിക്കവാറും ഓൾമോസ്റ്റ് പല രാജ്യങ്ങളും പ്രതിരോധ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതെ, ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ സുരക്ഷിതത്വത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുന്ന രീതിയിലും ഈ പ്രതിരോധത്തെ വളരെ മുൻനിരയിലെത്തിക്കാനും അതിന് സാധിക്കും. മാത്രമല്ല, നമുക്കറിയാം ഹോർമസ് കടലിൽ കൂടെ ഇന്ത്യൻ കപ്പലുകളിപ്പം കടന്നു വരുന്നുണ്ട്. അതെ, അത് പോരുന്നുണ്ട്. ഇന്ത്യയുടെ പിന്നെ ഊർജ്ജ രംഗത്തെ ആ ഒരു പ്രതിസന്ധി മാറ്റിമറിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. UAEയുടെ ഒരു വലിയ സ്ഥാപനം ഇങ്ങോട്ട് വരാൻ പോകണം. അവരെ ഓയിൽ കൺസർവേഷൻ്റെ ഒരു 1000 കോടി രൂപ. ഇത് മോദി പോയത് പട്ടി എന്തൊക്കെ പോയുള്ള പോക്കല്ല മോദി പോയി. നമ്മുടെ ഇവിടെ നിന്ന് പണ്ട് നമ്മുടെ മുൻ മുഖ്യമന്ത്രി സംഘം പോകുമ്പോൾ ഇവർ ചുമ്മാ നാട് കാണാൻ പോകുന്നത് അത്രേ ഉള്ളൂ. ഇപ്പൊ നരേന്ദ്രമോദി എന്നും ലോകം ചുറ്റുന്ന പ്രധാനമന്ത്രി, ഉലകം ചുറ്റും ബാലിബൻ എന്നൊക്കെയാണ് അദ്ദേഹത്തെ ഇവർ ട്രോളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, അതുകൊണ്ടൊരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഈ രാഗ ഇവിടെ നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നതുകൊണ്ട് ഈ മറ്റ് നമ്മുടെ ശത്രുരാജ്യങ്ങളൊന്നും മോദിയുടെ സന്ദർശനത്തിനകത്ത് എന്താണ് അതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് ചിലപ്പോൾ ഒരു മുഖവിലേക്ക് എടുക്കുക. അതൊരു ഗുണമാണ് നമുക്ക്. ശരി, അത് എന്താണെന്ന് ചോദിച്ചാൽ ഇയാൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഓരോ വിഡ്ഢിത്തരം വിളിച്ചു പുളമ്പും ആ വിഡ്ഢിത്തരം എല്ലാം കേട്ട് ഈ കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുന്നത് എന്താണ്, ഇത് സത്യമാണെന്നല്ലേ. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനം തന്നെ എത്ര ഫലപ്രദമായിരുന്നു ആലോചിച്ചു. ഇത്ര നമ്മളൊരു കാര്യം ആലോചിക്കണം. നോർമൽ കേസിൽ ഇങ്ങനെ ഒരു യുദ്ധാന്തരീക്ഷം നിലയ്ക്കുന്ന രാജ്യത്തേക്ക് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി പോകില്ല. ആ UAE ഏത് നേരത്താണ് ഇറാൻ അങ്ങോട്ട് ആക്രമിക്കണമെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയെ പോലും നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ചെന്ന് അവരെ ചർച്ച നടത്തി നമുക്ക് ഇന്ത്യക്ക് ഗുണകരമായ രീതിയിൽ ഒരു 10,000 കോടിയുടെ പദ്ധതികളാണ്. അല്ലെ, സ്വീഡനിൽ 5 വർഷത്തെ കരാർ ഒപ്പിട്ടിരിക്കുന്ന പ്രധാനമായും ബഹിരാകാശ ഗവേഷണ രംഗം.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹരിത ഊർജ്ജം, ബഹിരാകാശ ഗവേഷണം, ഇത് രണ്ടും കൂട്ടിയാണ് 5 വർഷത്തെ കരാറാണ്. ഇത് ചെറിയ കരാറല്ല. ഈ 5 വർഷത്തെ കരാർ കൊണ്ട്, ഈ 5 വർഷം കൊണ്ട് ഇന്ത്യയുടെ ഈ മേഖലയിൽ നടക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ഈ സ്വീഡനിൽ നിന്നുള്ള സഹായം ലഭിക്കുമെന്നുള്ളത്. ബഹിരാകാശ മേഖലയിൽ ഇന്ന് ഇന്ത്യ ലോകത്ത് 1ാം നമ്പർ നിരയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതെ, നമ്മൾ സ്വയം പര്യാപ്തരാണ്. അതല്ലേ ഈ ഇന്ത്യയെ പാമ്പാട്ടികളുടെ നാടെന്ന് ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. അവർക്ക് അറിയില്ല. രസകര കാര്യം അതല്ല. ഈ മറ്റേ ഇന്ത്യ കളിയായിക്കൊണ്ട് പ്രധാനമന്ത്രിയുടെ അടുത്തും നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഉദ്യോഗസ്ഥന്മാരടുത്തും സംസാരിച്ച ആ സ്ത്രീയോട് NDTV റിപ്പോർട്ടർ അവരെ ഇന്റർവ്യൂ എടുത്തിരുന്നു. അത് ഇന്ത്യയെക്കുറിച്ച് എന്തറിയാമെന്ന് പറഞ്ഞു. ഇന്ത്യ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് അറിയാമോ? ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ 2 പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിനെ കുറിച്ചും യോഗാഭ്യാസം ചെയ്യാനെ കുറിച്ചും 2 പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ഇതാണ് ഇന്ത്യ. അതായത് തീറ്റയും ഒരു വ്യായാമം. എന്നിട്ട് ഇവർ തന്നെ പറയുകയാണ് ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യം ഇല്ല, അവിടെ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു, അവിടെ ആർക്കും ഒരു കാര്യമില്ല, ഭീകര രാജ്യമാണെന്ന് ഇതിനാണ് ചോദ്യം ചോദിച്ചത്. അത് ആരാണ് ഇവർ ഇത് ട്രെയിൻ ചെയ്ത് വിട്ടതെന്ന് നമുക്കറിയില്ല. അത് ലെഫ്റ്റ് ഓക്കിസ്റ്റുകളുണ്ടല്ലോ അവിടെയൊക്കെ, അവരുടെ ഒരു സംവിധാനമായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇത്തരം ഇത് അത് മാത്രമല്ല, ഒരു ധാരണ അടിസ്ഥാന വിവരം ഇല്ലാത്ത ഒരു സ്ത്രീയെ പറഞ്ഞു വെച്ചിട്ട് ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി വരുമ്പോൾ മാത്രം പത്രസമ്മേളനവും സംയുക്ത വ്യത്യാസം അവർക്ക് അറിയില്ല. അതെ 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 അത് മാത്രമല്ല, ഇത് നമ്മുടെ നാട്ടിലുള്ള ഈ ആശാന്മാർ ഇതെടുത്ത് അങ്ങ് ആഘോഷിക്കുകയാണ്. ഈ വേറൊരു കാര്യമുണ്ട്, ഇത്രയും വിഷയം നടന്ന നോർവേയിലാണ് ഏറ്റവും കൂടുതൽ കരാറുകൾ ഒപ്പിട്ടത്. ഇന്ത്യ നോർവേ ആയിട്ട് 12 കരാറുകളിലാണ് ഒപ്പിട്ടെ. ഏതാണ്ട് 10 ലക്ഷം കോടി രൂപയുടെ കരാർ. 10 ലക്ഷം കോടിയാണെന്ന് ഓർത്തോടിയല്ല. അപ്പൊ ഇന്ത്യയിൽ 10 ലക്ഷം തൊഴിലവസരങ്ങൾ പുതുതായി. മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇപ്പം നിലവിൽ ഒരുപാട് വിദേശ കമ്പനികൾ ഇവിടെ ഉണ്ട്. എങ്കിൽ പോലും ആ കമ്പനികൾ പോലും അവരുടെ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പുതുതായി വരുന്ന കമ്പനികൾ മാത്രമല്ല, നിലവിൽ ഇന്ത്യയിലുള്ള വിദേശ കമ്പനികൾ പോലും അവരുടെ ഇന്ത്യയിലെ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇവർക്കെല്ലാം ഇവിടെ നിക്ഷേപം ഉണ്ട്. ആ നിക്ഷേപത്തിൽ വിദേശ നാണ്യ നിക്ഷേപം ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ശരിക്കും ഇപ്പം നമുക്കൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. നമ്മൾ ഡോളറിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ രൂപയുടെ വില ഇടിഞ്ഞ് അങ്ങോട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയ്ക്കാണ് ഈ ഇത്തരം നല്ല നല്ല കാര്യങ്ങളിലൂടെ കഴിഞ്ഞ ആഴ്ച വേറെന്ന് പറഞ്ഞിരുന്നു, ഇന്ത്യക്കാരുടെ നിങ്ങൾ വിദേശത്ത് പോരുമെന്ന് പറഞ്ഞിട്ട് ഈ നരേന്ദ്രമോദി ഇയാൾ ലോകം മുഴുവൻ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് വെറുതെ അല്ല പോയതെന്ന് മനസ്സിലായത്. വെറുതെ അല്ല പോയത്. സംഗതി ഇങ്ങനെ എത്തിച്ചു. ഇന്ത്യയിൽ ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിദേശ മൂലധനം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഈ മേഖലയിലൊക്കെ തന്നെ. കാരണം നമ്മൾ ഡെവലപ്പിംഗ് ഇക്കോണമിയാണ്. നമ്മൾ പൂർണ്ണമായും നമ്മൾ വികസിത രാജ്യം ആയിട്ടില്ല ഇപ്പോൾ. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ആ അങ്ങോട്ടുള്ള കുതിപ്പിലേക്ക് ഇവരുടെയൊക്കെ സഹായം നമുക്ക് വളരെ ആവശ്യമാണ്. മാത്രമല്ല, നരേന്ദ്രമോദി വ്യക്തിപരമായി അവിടുത്തെ ഭരണാധികാരികൾക്ക് പലർക്കും ഇഷ്ടമാണ്. അതിന് വ്യക്തിബന്ധങ്ങളുണ്ട് ഇവരുമായിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രധാനമന്ത്രിക്ക് ഒരു പ്രസിഡന്റിനോ മറ്റു രാജ്യങ്ങളിലെ ആളുകളുമായി വ്യക്തിബന്ധമുണ്ട്. ആദ്യ കാലം മുതൽ തന്നെ അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ പലരും കളിയാക്കുമായിരുന്നു, ഇയാൾ കാണാൻ പോകുന്നത്. പക്ഷേ അത് വളരെ ആ ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചത് വളരെ കൃത്യമായി അവർ സഹായിക്കാൻ തയ്യാറായി. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും നിർണായകമായ സന്ദർശനം UAE-യുടെ ആയിരുന്നു. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന കരാറുകളിലും ധാരണകളിലും എത്തിച്ചേർന്നിരിക്കുന്നത് UAE ആയിട്ടാണ്. 47,000 കോടി രൂപയുടെ പദ്ധതികളാണ് UAE-ൽ നിന്ന് വരുന്നത്. അതായത് ഒരു സ്ഥാപനം വരുന്നു. മാത്രമല്ല എണ്ണ അവിടെ അതാണ് ഏറ്റവും പ്രധാനം. LPG-യും ക്രൂഡ് ഓയിലും ഇന്ത്യക്ക് കൈമാറത്തൊക്കെ അത് ഭയങ്കര ബുദ്ധി അത് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വലിയ പ്രതിസന്ധി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം അവിടേക്ക് കയറിയത്. അല്ല, മാത്രമല്ല ഈ ഹോർമൂസ് കടലിരിക്കുന്ന എല്ലാ കാലത്തും വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ വേറെ മാർഗ്ഗം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. വേറെ ഏതോ ഒരു റൂട്ട് കൃത്യമായിട്ട് മറന്നുപോയി. ഹോർമൂസ് കടലിൽ കിടന്നും പോകണ്ട, അല്ലാതെ ഏതോ ആഫ്രിക്ക വഴി ഏതോ ഒരു മാർഗ്ഗം ഉണ്ട്. അതുവഴി കറങ്ങി വരാനുള്ള പുതിയ ഒരു പാത കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യ തൊട്ട് ഇത്തരം വസ്തുക്കൾ അതുവഴി കൊണ്ടുവരും. എന്തായാലും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ ഇവിടുത്തെ കോൺഗ്രസും BJP വിരുദ്ധരും ഇതിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഏറ്റവും ഈ നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വക ഏറെയുണ്ട്. അത് ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും വായിച്ചാൽ നമുക്കത് അറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങളാണ് വായിക്കേണ്ടത്. ഇപ്പം നോർവേയിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്ന സ്വീഡനിൽ നടത്തുന്നു, അല്ലെ UAE നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ ആ പ്രദേശത്തു നിന്നുള്ള മാധ്യമങ്ങൾ വേണം. മാത്രമല്ല, കേരളത്തിലെ പുതിയ ചുമതല ഏറ്റവും സർക്കാർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രം വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ എന്തൊക്കെ നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നോ അതിൽ കുറേ കേരളത്തിലും കൂടെ കൊണ്ടുവരാനുള്ളത് ശ്രമം നടത്തണം. അക്കാര്യത്തിൽ രാഷ്ട്രീയമൊന്നും ചിന്തിക്കരുത്. കൃത്യമായ പ്രപ്പോസലോട് കൂടി അവിടെ പോകണം. അല്ലാതെ ഈ പിണറായി സംഘം പോയതുപോലെയല്ല,
കൃത്യമായി കേരളത്തിന് എന്തൊക്കെ നമുക്ക് ഈ മേഖല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളത് സംബന്ധിച്ച വളരെ വ്യക്തമായ രൂപരേഖയുമായി പോയി ഈ അദ്ദേഹം പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ ഒപ്പിട്ട കരാറുകളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. നമുക്ക് പറ്റിയത് നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങളിൽ ഇതിൽ ഏതൊക്കെ ഇവിടെ കൊണ്ടുവരാം, നമ്മളെ ടെക്നോ പാർക്ക് പോലെ സ്ഥാപനങ്ങൾക്ക് ഇതെങ്ങനെ കൂടുതൽ പ്രയോജനപ്പെടുത്താം എന്നുള്ള കാര്യം ആലോചിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള പിന്നെ മലയാളി കേന്ദ്രമന്ത്രി പല രാഷ്ട്രീയം നോക്കണ്ട, ജോർജ് കുര്യനും സുരേഷ് ഗോപിയൊക്കെ ഉണ്ട്, എംപിമാരുണ്ട്, ഇവരെല്ലാവരും കൂടെ ചെന്ന് കൃത്യമായ പദ്ധതിയോടുകൂടി പ്രധാനമന്ത്രിയെ കാണുകയും കേരളത്തിനും അർഹമായ രീതിയിൽ ഇതിൻ്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കുകയും ചെയ്താൽ നമുക്ക് വലിയ ഗുണം ചെയ്യും. അത് ഒരു 20 വർഷത്തേക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത് നോക്കുകയോ വേണ്ടെന്ന് പറഞ്ഞേക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ അവരുടെ തോളെ കയറാൻ നിൽക്കാതെ സഹകരിച്ച് പ്രവർത്തിക്കുക, രാജ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം.